ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കാറിന് ചെയ്യുന്ന ചെറിയൊരു വർക്കാണ്. അതായത് നമ്മൾ പഴയ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം, നമ്മുടെ വണ്ടിയുടെ കാറിൻ്റെ 2 ഡോറിനും നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ പാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ന് ഡാമ്പിങ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഡോറൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയുടെ ഡോറിൻ്റെ അകവും അതുപോലെ തന്നെ നമ്മുടെ പാനൽ വരുന്നതിന് തൊട്ട് ബാക്കിലായിട്ട് നമ്മൾ ഡാമ്പിങ് ചെയ്യാൻ വേണ്ടി പോകാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾ ചെറിയൊരു ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഗാർഡ് പോലെ. അപ്പോൾ അത് നിങ്ങൾ ഈ വീഡിയോയുടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ഡോറിൻ്റെ മേലെയുള്ള ആ പാനൽ നമ്മൾ അഴിച്ചു. ഓൾറെഡി നമ്മൾ എവിടെയായിരുന്നു സ്ക്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ അഴിച്ച് ഇതിൻ്റെ മേലെ നമുക്ക് കമ്പനിയിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് വരുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിന് പകരം ഇവിടെ നമ്മൾ ഡാമ്പിങ്ങിൻ്റെ ഷീറ്റ് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ പോർഷൻ, അതായത് ഈ അകത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ വരുന്ന ഭാഗം ഇത് നിങ്ങൾക്ക് ഒച്ച കേൾക്കാൻ പറ്റും കണ്ടോ. ഇതിപ്പോൾ ഒരു പാത്രത്തിലൊക്കെ കൊട്ടുന്ന പോലത്തെ ഒച്ചയാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തും ഡാമ്പിങ് ചെയ്യാൻ വേണ്ടി പോക്കാണ്. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം നമുക്കിത് മൊത്തമായിട്ട് തുടയ്ക്കണം. കാരണം ഇതിനകത്തുള്ള പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് അകത്തേക്ക് ഡാമ്പിങ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ഡോർ പാനൽ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്രില്ലിനെ പറ്റി പറഞ്ഞതില്ലേ, ഇതാണ് ആ ഗ്രില്ല് കേട്ടോ. വണ്ടിയുടെ ചെയ്തിരിക്കുന്ന ഗ്രില്ല് ഇതാണ്. അപ്പോൾ വണ്ടിയുടെ ലുക്കിൽ ചെറിയൊരു മാറ്റം വന്നിപ്പം. അപ്പോൾ ഈ ഗ്രില്ല് എങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഇത് കണ്ടോ, ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ ഇവിടെയും 3 ഹോൾസ് ഡ്രില്ല് ചെയ്തതിന് ശേഷം ഈ ഒരു കാണുന്ന ഗ്രില്ല് അതിലേക്ക് കയറ്റി വെച്ച് ബാക്കിൽ നിന്ന് സ്ക്രൂ നെറ്റ് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ലുക്കിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കായി. ഈ കാണുന്ന പാനൽ അയച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഡോറിൻ്റെ അകമൊക്കെ ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. പിന്നെ ഇപ്പോൾ നമ്മൾ ഡാമ്പിങ് ഷീറ്റ് ഒട്ടിക്കാൻ പോകണം. അപ്പോൾ ഇതാണ് ഡാമ്പിങ് ഷീറ്റ് ഷഫീർ ഭായ്. ഇത് എത്ര പേര്? 2.2 തിക്നെസ്സിലല്ലേ? ഇത് നമ്മൾ സൗണ്ട് പ്രൂഫിങ്ങിനല്ലേ ചെയ്യുന്നല്ലേ? സൗണ്ട് പ്രൂഫ്, പിന്നെ വണ്ടിയുടെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഡോറിലെ കുറേ കുറഞ്ഞു കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ അകത്തൊന്നും അതുപോലെ തന്നെ പുറത്ത് ഔട്ടറിൽ വരണം, ഇന്നറിൽ വരണം അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ ഡാമ്പിങ് ഷീറ്റ് അകത്തേക്ക് വെച്ചിട്ടുണ്ട്. അകത്തേക്ക് വെച്ച് ഇനിയിപ്പം ഇതിന് കണക്കായി കട്ട് ചെയ്തിട്ട് ഈ കാണുന്ന കംപ്ലീറ്റ് ഏരിയ, അതായത് ഒരു ഡോറിൻ്റെ കംപ്ലീറ്റ് ഏരിയ നമ്മളിത് ഡാമ്പ് ചെയ്യും. അതിനുശേഷം ഈ പുറത്ത് ഒരു ലെയറും ചെയ്തിട്ട് നമ്മളെ ഈ കാണുന്ന നമ്മുടെ ഡോർ പാനൽ വീണ്ടും തിരിച്ച് ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, ഇത് നമുക്ക് ഉപേക്ഷിക്കാം. ഇതിപ്പോൾ ഇതിന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഡാമ്പിങ് ഷീറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ഓരോ കഷ്ണമായിട്ടാണ് ഷഫീർ ഭായി ചെയ്യാം. അത് ഒന്നുമല്ല, നമുക്ക് കയ്യതിനകത്ത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കട്ട് ചെയ്ത് ഓരോ പീസായിട്ടല്ലേ? അത് ഡബിൾ പീസായിട്ട് ചെയ്യണം. ഓക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഡാമ്പിങ് ഷീറ്റ് ഒട്ടിച്ചു അല്ലേ? ഫുള്ളായിട്ടില്ല, കുറച്ചുകൂടി പണി ബാക്കിയുണ്ട്. ഓക്കെ. ഇതിപ്പോൾ എത്ര ഷീറ്റ് വേണ്ടി വരും നമുക്ക് ഒരു ഡോറിന്? 2 ഷീറ്റ് കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് അല്ലേ? ഓക്കെ. അത് ഓരോ ബ്രാൻഡിൻ്റെ ഷീറ്റിൻ്റെ സൈസിൽ മാറ്റം വരുന്നുണ്ട്. ആണല്ലേ? ഇതിപ്പോൾ നമ്മുടെ അൺപ്ലഗിൻ്റെ അല്ലേ? അൺപ്ലഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നല്ല 2.2 തിക്നെസ് ഉള്ള നല്ല ഒരു ഷീറ്റ്. ഓക്കെ. സൂപ്പർ. പ്രീമിയം ക്വാളിറ്റി. കാരണം അത് പിടിപ്പിച്ചപ്പം ആദ്യം നമ്മുടെ പാനൽ ചെയ്ത സമയത്ത് നമുക്ക് സൗണ്ട് ഒന്നും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ കുറച്ച് വണ്ടി ഓടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ ഒരു സംശയം, ഒരു തകരപ്പാട്ടൊക്കെ അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാലും അല്ലേ, ഇത് ചെയ്താൽ ശരിക്കും അതൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. അതെ, അതൊക്കെ ഫുൾ റിമൂവ് ആവും. റൈറ്റ്. അപ്പോൾ നമ്മുടെ ഡാമ്പിങ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് കൊട്ടുമ്പോൾ എന്താ ഈ ഒരു ഒച്ച കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡാമ്പ് ചെയ്ത പോർഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അകത്തെ ഡാമ്പിങ് കഴിഞ്ഞു. ഈ ഒരു ഡോറിൻ്റെ അകത്ത് ഡാമ്പിങ് കംപ്ലീറ്റ് കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം ഞാനൊന്ന് കൊട്ടി കാണിച്ചു തരാം. കണ്ടോ വ്യത്യാസം കണ്ടോ? ശരിക്കും ഒച്ച നല്ലോണം കുറഞ്ഞത് മാത്രമല്ല ഡോറിൻ്റെ വെയിറ്റും കൂടി. മറ്റേ ഡോറിനേക്കാൾ ഇപ്പം കുറച്ച് വെയിറ്റും ഇതിന് കൂടിയിട്ടുണ്ട് ഇത് ചെയ്തതിന് ശേഷം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പോർഷനായിട്ട്. ഇത് ഫുള്ളായിട്ട് നമ്മളിപ്പോൾ ഡാമ്പ് ചെയ്യുന്നില്ല. ഈ ഒരു കംപ്ലീറ്റ് ഏരിയ എഡ്ജും അതുപോലെ തന്നെ ഈ സെൻറ്ററിലൊരു പോർഷനും. അപ്പം എന്നിട്ട് വൈബ്രേഷൻ ഉണ്ടോ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള പോർഷൻ നമ്മൾ ഡാമ്പിങ് ചെയ്യും. ലക്ഷ്യത്തിൽ അങ്ങനെ ചെയ്താൽ പോരെ നമുക്കല്ലേ? നമ്മളൊരു പരീക്ഷണം. അതെ, പറ്റുമോ നോക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് സെറ്റാക്കാം. അത് നമ്മുടെ ഡോറിൻ്റെ ലാച്ചല്ലേ അല്ലേ? അത് അഴിച്ചിട്ട് വേണം സെറ്റാക്കാൻ അല്ലേ? ഓ നല്ല ടൈറ്റ് ആണല്ലോ. ഒന്ന് ആദ്യമായിട്ട് അയക്കുന്നതെന്ന് തോന്നുന്നു. ഒന്ന് അയക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പ്രോപ്പർ ഡാമ്പിങ് എന്ന് പറഞ്ഞാൽ ഇതല്ല, ഫുള്ളായിട്ട് നമ്മൾ ചെയ്യണം. ഒരു പരീക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതെ അതെ, കാരണം അകത്ത് നമ്മൾ ഓൾറെഡി ചെയ്തപ്പോൾ നല്ല വെയിറ്റ് വന്നു അല്ലേ? അപ്പോൾ കുറച്ച് വെയിറ്റ് ഇതും കൂടി ഫുൾ ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് വരും. അപ്പോൾ അതൊന്ന് കുറയ്ക്കുകയും ചെയ്യാം. ഇതുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ കിട്ടുമെങ്കിൽ പിന്നെ ഫുൾ ഡാമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പിന്നെ ഇതിൻ്റെ അല്ലേ എന്താ പറയുക വൈൻഡറോ എന്തെങ്കിലും മാറ്റണമെങ്കിൽ മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബുദ്ധിമുട്ടൊന്നും വരും. അത് അതിങ്ങനെ കെടുക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഫുള്ളൊന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ അകത്തെ ഡാമ്പിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല, ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ആയിട്ടുണ്ട്. ഈ ഒരു കുറച്ച് ഏരിയ മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് എന്തെങ്കിലും അഴിക്കുകയോ പിടിക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ചെയ്യേണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന പാനലിലൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് വൈബ്രേഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതെ ഷബീർ ഭായ്? ഓക്കെ, സെറ്റ്. അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സൈഡിലുള്ള ഡാമ്പിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ കഴിഞ്ഞു, എന്നാലും ചെറിയൊരു വർക്ക് ബാക്കിയുള്ളത് കണ്ടോ? ഈ ഒരു കുറച്ച് പൊന്തി നിൽക്കുന്നൊരു പോർഷൻ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് ഒതുക്കണം. കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഡാമ്പിങ് കംപ്ലീറ്റ് ആവും. ഇപ്പം തന്നെ നമുക്ക് നല്ല മാറ്റമുണ്ട്. നമ്മളിത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്തിട്ട് തന്നെ നമ്മളൊന്ന് കുറച്ച് കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കി. അപ്പോൾ നമുക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള സൗണ്ടൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ഡോറിന് അത്യാവശ്യം കുറച്ച് വെയിറ്റും ഉണ്ട്. ഡോർ അടയുമ്പം കണ്ടോ നമുക്ക് പഴയ പോലെ അല്ല, സൗണ്ട് നല്ല മാറ്റമുണ്ട്. മറ്റേത് അടിക്കുമ്പോൾ ശരിക്കും ഒരു പാട്ട അടിക്കുന്ന പോലെയായിരുന്നു. ഇപ്പം അത് കുറഞ്ഞിട്ട് നല്ലൊരു, മാത്രമല്ല നമുക്ക് സൗണ്ടും വൈബ്രേഷനും ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവർ സൈഡിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇപ്പോൾ ഡാമ്പിങ്ങിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പം ആ സൈഡിലേയും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവർ കഴിഞ്ഞ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും.
നമ്മുടെ ഡ്രൈവർ സൈഡിലുള്ളതും കംപ്ലീറ്റ് ഡാമ്പ് ചെയ്ത് അതിൻ്റെ ഡോർ പാനലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. അപ്പം നല്ല മാറ്റമുണ്ട്. അപ്പം നിങ്ങൾക്ക് അടച്ച് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ അടയുമ്പോൾ നമ്മുടെ പഴയ പോലല്ല. പണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അടയ്ക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഒരു പതറുന്നൊരു ഒച്ചയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഒരു 80% മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും അതും കംപ്ലീറ്റ് ആയി, ഗ്രില്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള ലൈറ്റിന് ഗ്രില്ല് വെക്കുകയും അതുപോലെ ഡാമ്പിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ചെറിയൊരു റെഫറൻസ് ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലുള്ള കുറേ വീഡിയോകൾ നമ്മുടെ ചാനലുണ്ട്. ഇതുപോലെ ഫിറ്റ് ചെയ്യുന്ന വണ്ടികളിൽ പല ഫിറ്റിങ്ങുകൾ ചെയ്ത വീഡിയോസും താല്പര്യമുള്ള ആളുകൾ കയറി കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നതാണ്. ടിൽ ദെൻ ബൈ.